ഏവർക്കും പൈത്തണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൈത്തണിലെ വൈൽ ലൂപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഹലോ എന്ന് 5 തവണ പ്രിൻറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇപ്പോൾ പഠിച്ച കമാൻഡ് വെച്ച് പ്രിൻറ്റ് ഓഫ് ഹലോ എന്ന് 5 തവണ ചെയ്യുന്നത്. ഹലോ എന്ന് 5 തവണ പ്രിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടി കൺട്രോൾ എ കൺട്രോൾ സി എൻ്റർ അടിച്ചു, കൺട്രോൾ വി അടിച്ചു, വീണ്ടും എൻ്റർ അടിച്ചു, കൺട്രോൾ വി അടിച്ചു, 3 4 5 തവണ അടിച്ചു. ഇനി നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടോ 5 തവണ ഹലോ എന്ന് വന്നു. ഇതൊരു 1000 തവണ നമുക്ക് ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യേണ്ടി വന്നാൽ ഈ ഒരു മെത്തേഡ് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പ്രോഗ്രാമുകളിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ലൂപ്പിംഗ് സിസ്റ്റം. ആ ലൂപ്പിംഗ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 2 തരം ലൂപ്പുകളുണ്ട്. ഒന്ന് ഫോർ ലൂപ്പ്, 2 വൈൽ ലൂപ്പ്. അതിൽ വൈൽ ലൂപ്പിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വൈൽ ലൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൗണ്ടിങ്ങിന് വേണ്ടി ഒരു വേരിയബിൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഐ എന്നുള്ള ഒരു വേരിയബിളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1 നിന്നാണെന്ന് വിചാരിക്കുക. ഐ ഈസ് ഈക്വൽ ടു 1. അതിനുശേഷം ഞാൻ വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്യണം. വൈൽ ഐ എവിടെ വരെ പോകണം, എനിക്ക് എത്ര തവണ വേണം എന്നാണ് ചിന്തിക്കുന്നത്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ പ്രിൻറ്റ് കൊടുക്കണം. പ്രിൻറ്റ് ഓഫ് ഹലോ. ഇനി ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് കൊടുത്തു. ഇതോടുകൂടി പ്രോഗ്രാം തീർന്നിരിക്കണം. അപ്പോൾ 1000 സ്റ്റെപ്പ് ഹലോ എന്ന് ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും ഭേദം ഐ ഈസ് ഈക്വൽ ടു 1, ഇവിടെ 1000, ഈ 5ൻ്റെ സ്ഥാനത്ത് 1000 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെറും 4 സ്റ്റെപ്പിൽ പ്രോഗ്രാം തീർക്കാവുന്നതാണ്. നമുക്ക് നോക്കാം, ഇത് റൺ ചെയ്ത് നോക്കാം. ഹലോ എന്ന് 5 തവണ വരുന്നത്. യെസ്, ഹലോ എന്ന് 5 തവണ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് വൈൽ ലൂപ്പിൻ്റെ ബേസിക് ഫോർമാറ്റ്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ചേഞ്ചുകൾ വരുത്തി നോക്കാം. അതായത് എനിക്ക് ഇപ്പോൾ 6 തവണയാണ് ഹലോ എന്ന് വേണ്ടത്, വേറൊരാൾക്ക് 7 തവണ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് വരണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഞാൻ വേറൊരു വേരിയബിൾ എടുക്കുന്നത് ജെ ഈക്വൽ ടു, നമ്മൾ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു. ആ നമ്പർ ജെയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ജെയ്ക്ക് അനുസരിച്ച് നമ്മൾ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ജെ ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ്, ഇൻപുട്ട് ഓഫ്. അതിനകത്ത് നമ്മൾ മെസ്സേജ് കൊടുക്കണം, എൻ്റർ എ നമ്പർ. മെസ്സേജ് കൊടുത്തു. ഇനി ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. എൻ്റർ എ നമ്പർ. എനിക്ക് 3 തവണ മതി ഹലോ. യെസ്, 3 തവണ കണ്ടോ, ഇവിടെ 5 തവണ വന്നു. അതിന് കാരണം ഐ ലെസ് ദാൻ ജെ വരെ അല്ല പോയത്, 5 തവണ ആണ് പോയത്. അപ്പോൾ എനിക്ക് ജെ എന്ന് ഇവിടെ ചേർത്താൽ മതി. ഈ പ്രോഗ്രാം ഇപ്പോൾ കംപ്ലീറ്റ് ആയി. റൺ ഒന്നുകൂടി നോക്കുന്നു. എൻ്റർ എ നമ്പർ 3 കണ്ടോ, 3 തവണ ഹലോ വന്നുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എൻ്റർ എ നമ്പർ 6 കണ്ടോ, 6 തവണ ഹലോ എന്ന് ടൈപ്പ് ചെയ്തോണം. ഇനി എൻ്റർ എ നമ്പർ 1000 കൊടുത്ത് 1000 തവണ നമുക്ക് ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പ്രോഗ്രാം മോഡിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡീബഗ്. അതിനായിട്ട് ഞാനിവിടെ കഴ്സർ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു റെഡ് ബട്ടൺ വന്നു, ഇവിടെ ഒരു റെഡ് ലൈനും വന്നു. ഇനി ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡീബഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഐ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള രീതിയിലോട്ട് വന്നു. ഇപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്ന കാണിക്കാനായിട്ട് നിങ്ങളുടെ കീബോർഡിൽ F8 എന്നുള്ള കീ നീക്കി കൊടുത്താൽ മതി. കണ്ടോ, ഐ ഈസ് ഈക്വൽ ടു 1 കണ്ടോ, എൻ്റർ എ നമ്പർ എന്നുള്ള കൊടുത്തു. അപ്പോൾ ഇതുണ്ട്, ഒരു നമ്പർ അടിച്ചു കൊടുക്കാൻ വന്നു. ഞാനിപ്പോൾ ഇവിടെ 3 അടിച്ചു കൊടുത്തു. അതിന് ശേഷം എൻ്റർ അടിച്ചു. അതുണ്ടോ, ഐക്ക് ഇപ്പോൾ 1 എന്നുള്ള വാല്യൂ ആണ്. ഐ എന്ന് പറഞ്ഞത് 3-നേക്കാളിലും താഴെയാണോ ആണെങ്കിൽ പ്രിൻറ്റ് ഹലോ ഒരു തവണ വരും. കണ്ടോ, കൺസോൾ സ്റ്റാർട്ടിങ് ചെയ്തു, F8 കൊടുത്തു. കണ്ടോ, ഹലോ എന്ന് ഒരു തവണ സ്റ്റാർട്ട് ചെയ്യും. ഐ ഈസിക്കൽ ഐ പ്ലസ് 1 വന്നു. ഐ പ്ലസ് 1 എന്ന് വരുമ്പോൾ ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 2 ആണ്. ആ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കൊടുത്ത വാല്യൂവിനെക്കാളും ചെറുതാണോ എന്ന് നോക്കി ആണെങ്കിൽ ഹലോ വീണ്ടും പ്രിൻറ്റ് ചെയ്യും. ഹലോ വീണ്ടും പ്രിൻറ്റ് ചെയ്ത് താഴോട്ട് ഐ പ്ലസ് 1 വന്നു. ഐ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐയുടെ വാല്യൂ 3 ആണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയ്ക്ക് ഈക്വലാണോ, ജെയുടെ വാല്യൂ എത്രയാണോ നമ്മൾ ആദ്യം കൊടുത്ത 3 ആണ്. ജെയ്ക്ക് ഈക്വലാണ്, അതുകൊണ്ട് തന്നെ താഴോട്ട് വരും, പ്രിൻറ്റ് ഹലോ അടിക്കും. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അതിനുശേഷം 4 വന്നു. ഐ എന്ന് പറയുന്നത് ഇപ്പോൾ 3-നേക്കാളിലും താഴെയാണോ അല്ലാത്തതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് പുറത്താവും. അപ്പോൾ ഇവിടെ ഹലോ 3 തവണ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇനി ഒന്നുകൂടി F8 ഞെക്കി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ നിന്ന് പുറത്തായി. കണ്ടോ, പ്രോസസ് ഫിനിഷ്ഡ് വിത്ത് എക്സിറ്റ് കോഡ്. അപ്പോൾ ഈ വൈൽ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയാനായിട്ട് ഡീബഗിങ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതെന്നല്ല, പൈത്തണിലെ ഏത് പ്രോഗ്രാമും ഇതുപോലെ ഡീബഗ് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കും. ഇനി ഒരു വൈൽ ലൂപ്പിനകത്ത് മറ്റൊരു വൈൽ ലൂപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എനിക്ക് ഹലോ എന്ന് 1 തവണ ടൈപ്പ് ചെയ്യണം.
അതിൻ്റെ അപ്പുറത്തോട്ട് റോയ് എന്ന് 4 തവണ വരണം. വീണ്ടും ഹലോ എന്ന് ടൈപ്പ് ചെയ്യണം. വീണ്ടും 4 തവണ വലത്തോട്ട് റോയ് എന്ന് വരണം. അങ്ങനെ ഒരു 5 സെറ്റ് എനിക്ക് കിട്ടണം. അപ്പോൾ അതിനുള്ള പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. അതിന് ശേഷം വൈൽ ലൂപ്പ് തുറന്നു, വൈൽ ലൂപ്പ് തുറന്നു. അതിനകത്ത് I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇവിടെ ബ്രേക്ക് കൊടുത്തു. ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 5. അതിന് ശേഷം നമ്മൾ പ്രിൻ്റ് കൊടുക്കുകയാണ്. പ്രിൻ്റ് ഓഫ് ഹലോ എന്ന് കൊടുത്തു. ഇനി റോയ് എന്നുള്ളത് 4 തവണ വരണം. അപ്പോൾ അവിടെ വീണ്ടും കൗണ്ട് ചെയ്യണം. അപ്പോൾ കൗണ്ട് ചെയ്യാനായിട്ട് അവിടെ വേറൊരു കൗണ്ടിങ് വേരിയബിൾ എടുക്കണം. ജെ ഈക്വൽ ടു 1 കൊടുത്തു. വീണ്ടും വൈൽ ലൂപ്പ് തുറന്നു, വൈൽ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 കൊടുത്തു. പ്രിൻ്റ് ഓഫ് അതിനകത്ത് റോയ് എന്നാണ് വരേണ്ടത്, റോയ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം J+1 കൊടുത്തു, ജെ ഈക്വൽ ടു J+1. അതിനുശേഷം ഐയുടെ വാല്യൂ നമ്മൾ പ്ലസ് ചെയ്യണം. I ഈക്വൽ ടു I+1. ഇനി ഈ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം വരുന്നുണ്ടോ അത് കണ്ടോ. ഇവിടെ എറർ കാണിച്ചിരിക്കുകയാണ്. സ്പേസ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കുകയാണ്. കണ്ട ഹലോ റോയ് ഹലോ റോയ് ഹലോ വന്നു. റോയ് 4 തവണ താഴോട്ടാണ് വന്ന്. വീണ്ടും ഹലോ വന്നു. റോയ് 4 തവണ താഴോട്ട് വന്നു. ഹലോ അടിച്ച് റോയ് 4 തവണ വന്നു. ഹലോ അടിച്ച് റോയ് 4 തവണ താഴോട്ട് വന്നു. വീണ്ടും ഹലോ അടിച്ച് റോയ് 4 തവണ താഴോട്ടാണ് വന്നത്. എനിക്ക് വേണ്ടത് വലതുവശത്തോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് താഴോട്ടാണ്. അപ്പോൾ അത് വലതുവശത്ത് വരട്ടെ. നമ്മൾ ഒരു കമാൻഡ് കൊടുക്കുക. ഇവിടെ ഒരു കോമ ഇടുക. അതിന് ശേഷം എൻഡ് എന്നടിച്ച് ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് ഈ സിമ്പിളിട്ട് കൊടുത്താണ്. ഇവിടെയും അതുപോലെ തന്നെ എൻഡ് ഈക്വൽ ടു ബ്രാക്കറ്റിനുള്ളിൽ ഈ സിമ്പിളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ റൺ ചെയ്തു. ഇതിപ്പോൾ ഒറ്റ സ്റ്റെപ്പിലാണ് കിട്ടിയത്. ഹലോ റോയ് 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 ഹലോ ഹലോ റോയ് റോയ് റോയ്. ഇവിടെ അടുത്ത് ഹലോ റോയ് 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 ഹലോ. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിലാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല വേണ്ടത്, താഴോട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ താഴോട്ട് കിട്ടാനായിട്ട് ചെയ്യേണ്ട പരിപാടി ഇവിടെ പ്രിൻ്റ് ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹലോ റോയ് 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 എന്ന് ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ താഴോട്ട് കിട്ടുന്നതാണ്. കണ്ടോ ഹലോ റോയ് 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 ഹലോ റോയ് റോയ് റോയ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ സ്പേസ് ഇല്ലാതെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സ്പേസ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഈ കോളിനകത്ത് ഒരു സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. കണ്ട ഹലോ റോയ് 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 എന്നിങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വൈൽ ലൂപ്പ് നിങ്ങൾക്ക് പല വിധത്തിൽ ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഒരു യൂസർ ഹലോ എന്ന് താഴോട്ട് 10 തവണ അടിക്കണം, വേറൊരാൾക്ക് 17 തവണ ഹലോ എന്ന് താഴോട്ട് അടിക്കണം. റോയ് എന്നുള്ളത് 7 തവണ ഒരാൾക്ക് അടിക്കണം, വേറൊരാൾക്ക് 8 തവണ റോയിൽ നിന്ന് വലത്തോട്ട് അടിക്കണം. ഈ രീതിയിൽ തന്നെ അങ്ങനെ ഓരോരുത്തരും യൂസർ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് ഇതേ പ്രോഗ്രാം തന്നെ എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ ഒന്ന് ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വൈൽ ലൂപ്പിനെ സംബന്ധിച്ചുള്ള ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.